എടാ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആ ലെറ്റിലെ കുട്ടി അതിനൊന്ന് സെറ്റ് ആക്കണോടാ. ഇല്ലടാ ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാമുകയുടെയും വീട്ടുകാരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ മനഃപൂർവ്വം വാഹനാപകടം ഉണ്ടാക്കിയ കാമുകൻ അറസ്റ്റിൽ. പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചാ മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? സിനിമയെ വെല്ലുന്ന തിരക്കഥയാണ് കോന്നി മാമൂട് സ്വദേശി രഞ്ജിത് രാജനും സുഹൃത്ത് പയ്യനാമൺ സ്വദേശി ഇജാസും ചേർന്ന് തയ്യാറാക്കിയത്. അവിടെ കൂടി ഇങ്ങനെ വരുന്നു ബസ് സ്റ്റാൻഡിലേക്കോ ഷോപ്പിങ്ങിലോ എന്തെങ്കിലും. അപ്പൊ നീ വളരെ കാഷ്വൽ ആയിട്ട് അവളുടെ പുറകെ വളരെ ഇന്നസെന്റ് ആയിട്ട് ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരുമില്ലെന്ന് കാണുമ്പോ ടക്ക് നീ മാല മുടിച്ചോണ്ട് അങ്ങ് ഓടുന്നു. കോച്ചിങ് സെന്ററിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന യുവതി, പിന്നാലെ എത്തുന്ന അജാസ് അവരെ കാർ എടുപ്പിക്കുന്നു. മറ്റൊരു വാഹനത്തിൽ സ്ഥലത്തെത്തുന്ന രഞ്ജിത്ത് ഉടനടി ഇടപെടുന്നു. യുവതിയെ സ്വന്തം വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. വിവരമറിഞ്ഞെത്തുന്ന യുവതിയുടെ വീട്ടുകാർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ഫലമോ യുവാവിനോട് തികഞ്ഞ മതിപ്പ്. എങ്ങനെയുണ്ട് സംഭവിക്കില്ലേ? ബന്ധത്തിലുണ്ടായ അകൽച്ച കുറയ്ക്കുന്നതിനും കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കാനുമുള്ള കുറുക്കുവഴിയായിരുന്നു തയ്യാറാക്കിയത്. പ്രായച്ചിട്ടുമായി ഇളക്കെട്ടാണ് ഞാൻ തയ്യാറാണ്. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. അപകടം നടന്നയുടൻ രഞ്ജിത്ത് രാജൻ സ്ഥലത്തെത്തിയതിൽ യുവതിക്ക് പന്തികേട് മടത്തു. അവർ വിവരങ്ങൾ പോലീസിനോട് പങ്കുവച്ചു. അവിടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. എന്നിട്ട് എന്താവാൻ? ചെക്കൻ ഇങ്ങനെ ഒരു സംശയമുള്ള സ്ഥിതിക്ക് അതൊന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് പോരെ കല്യാണം കഴിക്കുന്നത് എന്ന ന്യായമായ ചോദ്യം ഞാൻ പെൺവീട്ടുകാരോട് ചോദിച്ചു. ഈ പെൺകുട്ടിയുടെ സൗഹൃദം വീണ്ടും സ്ഥാപിക്കാനും പെൺകുട്ടിയെ സ്നേഹിക്കാനും അവളെ വിവാഹം കഴിക്കാനും ഒക്കെയുള്ള താല്പര്യത്തോടു കൂടി അവനുണ്ടാക്കിയ ഒരു ട്രാപ്പായിരുന്നു ഇതെന്ന് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായി. ഇപ്പൊ എന്തായടാ? അയാളെ വീഴ്ത്തി, വഴിയെ പോയവരെ വീഴ്ത്തി, നീയും വീണ് വയറും കീറിയപ്പോ സമാധാനമായല്ലോ. ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ പെൺകുട്ടിയുടെ ഫോണിൽ ബന്ധുക്കളെ വിളിച്ച് വിവരമറിയിച്ചതും കാമുകനത്രേ. അറിയിച്ചത് ഗോപാലനുമായിട്ടുള്ള ഫൈറ്റ് അല്ലേ? ഒരു കയ്യബദ്ധം പറ്റി അവൻ വഴുതി പോകരുത്. ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ ഒരു അജ്ഞാത സന്ദേശം കൂടുതൽ മണ്ടത്തരം കാണിക്കുന്നു. ഇതിന്റെ പേര് തപ്പിയ കമ്മീഷൻ പോയാൽ നീ ഞാനും കൊടുക്കും. ചുരുക്കത്തിൽ അസാധാരണമായ തിടുക്കവും ശുഷ്കാന്തിയും തിരിച്ചടിക്ക് കാരണങ്ങളായി. ഫോൺവിളി വിവരങ്ങളിൽ അപകടത്തിന് തൊട്ട് മുൻപ് വരെ പ്രതികൾ ഇരുവരും തുടർച്ചയായി സംസാരിച്ചതായി കണ്ടെത്തി. ചുരുക്കത്തിൽ വിജയിക്കുമെന്ന അവസാന നിമിഷം വരെ കരുതിയ പദ്ധതിയാണ് പാടെ പാളിപ്പോയത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.